ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ആലുവ കീഴ്മാട് നിന്നും പുറത്തുവരുന്നത്. വിഷു ആഘോഷിക്കാനായി സ്വന്തം വീട്ടിലേക്കെത്തിയ 24-കാരി തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഓട്ടോറിക്ഷ പോലും ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ കൃഷ്ണപ്രിയയുടെ അമ്മ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. തൃശൂർ രാമവർമ്മപുരം കുറ്റിമുക്ക് ചിറയത്ത് ശ്രീകുട്ടൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ എന്ന 24-കാരിയെയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 14-നായിരുന്നു കൃഷ്ണപ്രിയയുടെയും ശ്രീകുട്ടൻ്റെയും വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് വെറും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഏവരെയും കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവം നടക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ശ്രീകുട്ടൻ വിവാഹശേഷം 2 മാസത്തെ അവധി കഴിഞ്ഞ് മടങ്ങിപ്പോയിരുന്നു. തുടർന്ന് ഭർത്തൃവീട്ടിലായിരുന്ന കൃഷ്ണപ്രിയ ഈ മാസം 14-നാണ് വിഷു ആഘോഷിക്കാനായി ആലുവയിലെ സ്വന്തം വീട്ടിലേക്കെത്തിയത്. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ നാടിനെ നടുക്കിയ സംഭവം നടക്കുന്നത്. വീട്ടിലെ കിടപ്പുമുറിയിലെ ജനലഴിയിലാണ് കൃഷ്ണപ്രിയയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വീട്ടുകാർ ആലുവ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കൃഷ്ണപ്രിയ തികച്ചും സാധാരണ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഉച്ചയ്ക്ക് സഹോദരൻ ഉണ്ണിക്കൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും കൃഷ്ണപ്രിയ വളരെ സന്തോഷവതിയായിരുന്നു. കൂടാതെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കങ്ങളെല്ലാം കൃഷ്ണപ്രിയ നടത്തുകയും ചെയ്തിരുന്നു. തൃശ്ശൂരിലെ വീട്ടിലേക്ക് പോകാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയും ഏർപ്പാടാക്കിയിരുന്നു. ഇതുകൂടാതെ തൃശ്ശൂരിലെ ഭർത്തൃ സഹോദരിയുടെ കുട്ടികൾക്ക് നൽകാനായി കുട്ടിയുടുപ്പുകളും വാങ്ങിവെച്ചിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളപ്പോൾ പിന്നെ എന്താണ് മകൾക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്ന ഞെട്ടലിലാണ് ഇപ്പോൾ വീട്ടുകാരുള്ളത്. ആലുവ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നമുക്കിടയിൽ പലരും പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും ആത്മഹത്യ എന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. സംഭവത്തിൽ അസ്വാഭാവികതകളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്.